പ്രിയപ്പെട്ട ഖുദാ ഷാവുൽ എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ്. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്. സ്വപ്നങ്ങൾ സ്വർഗം കാണും മണ്ണിന്മടിയിൽ. വൈറലായ സംഭവം കണ്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടാ? ചട്ടിയിൽ ചോറ് കഴിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഐ കാൻ. ചോറിന്റെ കൂടെ ചായ കഴിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ഐ കാൻ. അപ്പോ ഖുദാ ഷാവുൽ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ മുത്തോണികളെ, നമ്മുടെ ചാനൽ കാണുന്ന പുതിയ ആളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ. ഒരിക്കൽ കൂടി ഖുദാ ഷാവുൽ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോ മുത്തുമണികളെ, ഇത്രയും ഫുഡിന്റെ ബിൽഡപ്പ് ഇട്ട് എന്തിനാണ്? നാട്ടിലൊരു ചെറിയ പരിപാടിയുണ്ട്, എന്തോ മാജിക് ഷോയോ അങ്ങനെയുള്ള എന്തോ പരിപാടി. അപ്പൊ എല്ലാവരെയും കൊണ്ട് ഞാനൊന്ന് അത് കാണിക്കാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചിരിക്കുക. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വിശക്കും, വിശന്ന പണി കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് റെഡിയാവും. പിന്നെ ഉച്ചക്ക് വെച്ച സോയാബീന്റെ കറിയുണ്ട്, അത് കയങ്ങി. അതുകൊണ്ട് ചട്ടിയിലേക്ക് തന്നെ ഡിസു എനിക്ക് കുറച്ച് ചോറിട്ടെന്ന് അതും കഴിച്ച്. പിന്നെ എനിക്കിത് ഭയങ്കര ശീലമുള്ള കാര്യമാണ്. ഈ മീൻ കറിയൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നൊന്നും പറയണ്ട. ഒരു 2 ദിവസം 1 ദിവസത്തേക്ക് ഡിലേ ഉള്ള മീൻ കറി ആണെങ്കിൽ അതിലിങ്ങനെ അപ്പൊ ഓക്കെ, നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. എന്തെന്നാ ലൈറ്റിന്റെ റിഫ്ലക്ടർ പിടിച്ച ക്യാമറക്ക് കൈകൊള്ളണ്ട. എവിടെ ഇപ്പൊ നിങ്ങള് കീക്കഥ ബഡ്ഡി വെക്കുന്ന? ഞാനിടുന്നുണ്ട്. കഴിഞ്ഞോളെ ബാക്കില് വണ്ടിയെല്ലാം വരുന്നതിന് മുമ്പ് ഒപ്പന തുടങ്ങാൻ പോവുകയോ. ഇസറിക്കുന്നില്ലേ? കിഞ്ഞോ ബന്ധാക്കിയോ? ബന്ധായിക്കോ. ഇവിടെ വന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. കുറെ എണ്ണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മാജിക് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുമ്പോൾ ആദ്യം തുടക്കം അങ്ങനെ സംസാരിച്ചിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ ബോറടിച്ചേക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മാജിക് കാണാനുണ്ട് എൻ്റെ പൊന്നെ. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും മാജിക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കും, അത് ഉറപ്പാ. ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ. എന്ത് വേണ്ടിയേ? കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഐസ്ക്രീമാ നൽകുന്ന അതിന് നമുക്ക് സൗണ്ട് ഉണ്ടോ? ഐസ്ക്രീം എന്നല്ല സമർപ്പണം വേദിയിൽ വെച്ച് സൗണ്ട് ഉണ്ടാ? കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മെമ്പർ സൗണ്ട് ഉണ്ടാ? വേദിയിൽ വെച്ച് വേണ്ട അതിലെടുക്കോന്ന് ഇത് വേണ്ടേ? ഒരു വലിയ കാര്യമാണ് സൗകര്യമുണ്ടാക്കാൻ നിങ്ങളെ പരിപാടി എപ്പോ? അത് എഡിറ്റ് ചെയ്യണം, അതിലുള്ള കറക്ഷൻസ്. പിന്നെ കല്യാണം പഠിച്ചില്ല ഇത് വന്നിട്ടോ എല്ലാ വീഡിയോയിലും നീ തന്നെ പറയുന്നടാ, അതറിയോ നിനക്ക്? ഇല്ലേ സ്കൂൾ മേറ്റ്സ് യാദൃശികമായിട്ടാണ് സുഖല്ലേ എനിക്ക്? മാഷാ അല്ലാഹ്, സന്തോഷം കണ്ടേല്. വീഡിയോ കാണലുണ്ടാ? ഇഷ്ടമുണ്ടോ വീഡിയോ എല്ലാം? ഈ ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയത്ത് കോപ്പിറൈറ്റ് വന്നു. കാരണം ഇതിന്റെ അകത്ത് വരുന്ന പാട്ടുകൾ, ഡാൻസ് ചെയ്യുമ്പോൾ ഇടുന്ന പാട്ടൊന്നും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടാമത് ഈ വോയിസ് ഓവർ ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് BGM ഒന്നും കുത്തിക്കയറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഈ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. ഈ ഡാൻസ് വീഡിയോസ് ഒന്നും എനിക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ മക്കളെ വെച്ചിട്ട് ഇതുപോലെ ടീച്ചർമാർ, ആ സ്കൂളിലെ ടീച്ചർമാരുടെ മിടുക്ക, ഒരു 3 ടീച്ചർമാർ ചേർന്നിട്ടാണ് ഈ കുട്ടികളെ ഇത്രയ്ക്കും സൂപ്പറാക്കി എടുത്തത്. ഈ കാണുന്ന ഡാൻസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് BGMോട് കൂടി ഒരുപാട് ഡാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സീരിയസ്ലി അത് ഫുള്ള് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പറ്റാത്തതുകൊണ്ടാണ്.
ഇങ്ങനെ മാജിക് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും അമാനുഷിക ശക്തിയൊന്നുമല്ല, മാജിക്കാണ്, കൺകെട്ടാണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡിൽ നമ്മൾ കാണും. പിന്നെ ഇതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുമടുത്ത സാധനങ്ങളിൽ ഒന്നാണ്. അത് മാത്രമല്ല, ഇപ്പം ഈ പിറകെ വെക്കുന്ന ഗ്ലാസ് ആ തുണിക്കടിയിൽ വെച്ചിട്ട് അതൊക്കെ ഒരുമിച്ച് കൂട്ടിയെടുത്തതിന് ശേഷം ആ ഷെൽഫില്ലേ, ഇപ്പോൾ ഈ ഗ്ലാസ് എടുക്കുന്ന ഷെൽഫ്, അതിൻ്റെ അകത്തേക്ക് ഈ ഗ്ലാസ് തിരിച്ചു കയറുന്നൊരു സംഭവമുണ്ട്. ആക്ച്വലി അവിടെ നിന്ന് ലൈവ് കാണുമ്പോൾ എനിക്കത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, സീരിയസ്ലി. പ്രിയമുള്ളവരെ, ആ ഷെൽഫിനകത്തുള്ള നമ്മുടെ കുഞ്ഞുമക്കൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റീൽ ഗ്ലാസുകൾ മുഴുവൻ ആ കർച്ചീഫിനകത്ത് വളരെ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഏതൊക്കെ സമയത്താണോ ആ കർച്ചീഫിനെ ഉയർത്തി നോക്കുന്നത്, അപ്പോഴേക്ക് വ്യക്തമായിട്ടും ആ സ്റ്റീൽ ഗ്ലാസുകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. യു മേ പ്ലീസ് വാച്ച് ഇറ്റ്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നേരത്തെ ഗ്ലാസുകൾ സൂക്ഷിച്ചു വെച്ച ആ ഒഴിഞ്ഞ ഷെൽഫിലേക്കും എന്റെ കയ്യിലുള്ള തുണി കൊണ്ട് കവർ ചെയ്ത ഈ സ്റ്റീൽ ഗ്ലാസുകളിലേക്കുമാണ്. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഗ്ലാസുകൾക്കും ആ ഷെൽഫിനും എന്ത് മാറ്റം സംഭവിക്കുന്നു. Dear friends, you can see the matching. Number 1, number 2, 3. ഒരാളിങ്ങോട്ടേക്ക് വന്നേക്കാം. യെസ്, നോക്കണം മോളെ, എണ്ണക്കല്ലേ. നമ്മുടെ കൊച്ചി മിടുക്കിയെ നമുക്കൊന്ന് ആദ്യമായി പരിചയപ്പെടാം. അതിനുശേഷം മോൾ ഇങ്ങോട്ട് വന്നാട്ടെ. യെസ്, മോളുടെ പേരെന്താണ്? യെസ്, മിശ്രയുടെ ഈ സമ്മാനത്തെ തൽക്കാലത്തേക്ക് ഞാൻ കടമായി വാങ്ങിയിരിക്കുകയാണ്. മോളുടെ ആ ഗ്ലാസ് ഒന്ന് എടുത്തോട്ടെ. മിശ്രിയ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ടെ മോളെ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാണികൾക്ക് അതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. ഷോ ടു ദ ഓഡിയൻസ് ദാറ്റ്സ് എംപ്റ്റി ഗ്ലാസ്. ഓക്കെ ഓക്കെ. ഇനി മോളെ ആ കത്രിക ഒന്ന് എടുക്കാമോ? കത്രിക. യെസ്, മിശ്രയുടെ ഈ സമ്മാനത്തെ നമ്മൾ മുറിക്കാൻ വേണ്ടി പോകുകയാണ്. മോളുടെ അതിനകത്തൊന്നുമില്ലല്ലോ. 2 കൈ കൊണ്ട് ആ ഗ്ലാസ് പിടിച്ചിട്ട് മോളെ കുറച്ച് ഉയർത്തി പിടിച്ചട്ടെ. യെസ്, അങ്ങനെ പിടിച്ചിരിക്കുക. മോളുടെ സമ്മാനത്തെ ഞാൻ മുറിക്കാൻ വേണ്ടി പോകുകയാണ്. ശ്രദ്ധിക്കുക. മുറിക്കട്ടെ? മോള് മുറിക്കണോ? വേണ്ട, നിങ്ങൾ മുറിച്ചാൽ മതി. ഓക്കെ, ഞാൻ മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇതൊരു മുറിഞ്ഞ മാലയാണ് അല്ലേ? ഇത് നമ്മുടെ കഴുത്തിടാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കഴുത്തിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ കൂട്ടിക്കെട്ടണം. മോളട്ടി 2 കൈ കൊണ്ട് കുറച്ച് ഉയർത്തി പിടിച്ചാട്ടെ. ആ മതി. ഓക്കെ, ഈ മുത്തുകളെ ഗ്ലാസിനകത്തേക്ക് ഞാൻ ഉതിർത്തിടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ. ഇപ്പൊ നമ്മളെല്ലാവരും കണ്ടതാണ് ആ മുത്തുകൾ അഥവാ ബീഡ്സുകൾ ഇപ്പോൾ എവിടെയുണ്ട് മക്കളെ? ഗ്ലാസിനകത്ത്. അതിനെ കെട്ടാൻ വെച്ച ത്രെഡ് എവിടെയുണ്ട്? എന്റെ കയ്യിലുണ്ട്. ഈ ത്രെഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെല്ലാവരും കാണുക. ഈ ത്രെഡിനെയും ചെറിയ ചെറിയ പീസുകളാക്കി ഈ ഗ്ലാസിനകത്തേക്ക് ഉതിർത്തിടാൻ വേണ്ടി പോവുകയാണ്. പൊളട്ടി അത് മുറുക്കി പിടിച്ചേക്കോ. യെസ്, അതിനകത്ത് ബീഡ്സുകൾ ഇല്ലേ മിശ്രിയ? അതിനെ കെട്ടാൻ വെച്ച ത്രെഡ് അതിനകത്ത് വീഴുന്നില്ലേ മോളും? ഉണ്ടല്ലോ. മുറുക്കി പിടിച്ചേക്കാൻ, നിലത്തിട്ട് കളയരുത്. ഇനിയാണ് മാജിക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെല്ലാവരും കൂടി മാജിക്കിന്റെ മന്ത്രമായ ഹോക്കസ് പോക്കസ് അബ്രാക്കഡബ്ര എന്ന് പറയുന്നു. എന്നിട്ട് ഹലോ മിശ്രിയ, റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ആ മുത്തുകളെ മോൾ മുകളിലേക്ക് എറിയണം. അങ്ങ് മുകളിൽ നിന്ന് പോകണം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വന്നാൽ മതി. ഗ്ലാസ് അല്ല, അതിനകത്തുള്ള ബീഡ്സുകളെ. മാജിക്കിന്റെ മന്ത്രം പറയാൻ നമ്മളെല്ലാവരും തയ്യാറാണോ? Are you ready? Okay, now we can spell the magic chant. Hocus pocus abracadabra. മക്കളെ പറയാം. Hocus pocus. എന്നെ തെരുവിളിക്കാനല്ല മക്കളെ പറഞ്ഞത്. കുഴപ്പമില്ല, ഞാൻ മാജിക്കിന്റെ മന്ത്രം പറയാം. 3 എന്ന് പറയുമ്പോൾ മോള് മുകളിലേക്ക് എറിഞ്ഞാൽ മതി. So I'm going to spell the magic chant. Hocus pocus abracadabra. Number 1, number 2, and 3. Okay, Miss Riya.
പ്രിയപ്പെട്ട ഖുദാ ഷാവുൽ എല്ലാവർക്കും അറിയുന്ന വ്യക്തിത്വമാണ്. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്. നമ്മൾ അഭിമാനമായ ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം മാപ്പിളപ്പാട്ടിലും മറ്റുള്ള ആൽബങ്ങളിലൊക്കെ നമ്മൾ കണ്ട മുഖമാണ്. പക്ഷെ ചെറിയൊരു സമയം ബാക്കിലേക്ക് നിന്നപ്പോൾ കുറച്ച് ബാക്കിലോട്ടെത്തി. പക്ഷേ അതിനേക്കാളും വലിയ സ്പീഡിൽ ഇപ്പോൾ ഷാവുലും ഷാവുലിൻ്റെ വൈഫും കൂടി അങ്ങനെ തകർക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ അത് ഖുദാ ഷാവുലും ഖുദാ ഷാവുലിൻ്റെ ഭാര്യയുമാണ് എന്ന് അഭിമാനത്തോട് പറയാം. നമുക്ക് മനോഹരമായൊരു കൈയടി കൊടുക്കാം. യെസ്, കേരളത്തിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയ മേഖലകളിൽ ഒരുപാട് ആളുകൾ തിളങ്ങുമ്പോൾ, നമ്മുടെ നാട്ടിലെ ആളുകളും തിളങ്ങുമ്പോൾ അത് നമുക്ക് ഉറപ്പാണ് നമ്മുടെ നാടിന് അത് ഉപകാരം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനിടയിൽ സ്റ്റേജിൽ കയറിയപ്പോൾ എന്നെയും എൻ്റെ റിസുവിനെയും കുറിച്ച് എന്തൊക്കെയോ പൊക്കി പറയുന്നത് കേട്ട് പുളകിതയായിരിക്കുന്ന റിസുവിനെ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാനത ലാസ്റ്റ് ഈ മൊമെന്റ് എത്തിപ്പോൾ ചിരിക്കുന്നുണ്ടാ? ശ്രദ്ധിച്ചോ? കൂപ്പണുമായി സഹകരിച്ച ആളുകളാണ്. പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് വേദി പ്രത്യേകമായി ഈ ടീമിനെ കൈമാറും. അതേപോലെ നിങ്ങളുടെ നാട്ടുകാരൻ നേരത്തെ പറഞ്ഞു ആൽബഗാന രംഗത്ത് അഭിനയിക്കുകയും അതുപോലെ തന്നെ സിനി മേഖലയിലൊക്കെ സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ഖുദാ ഷാഹുൽ, അദ്ദേഹം പിന്നിലെല്ലാം മുന്നിലാണ്. കാരണം ഏതൊരു കലാകാരനും ഒരു സമയം ഉണ്ടാവും അല്ലേ? അത് എന്നും തെളിഞ്ഞു വരുന്ന സമയമാണ്. ഖുദാ ഷാഹുലിൻ്റെ കൂടെയാണ് നമ്മുടെ അന്താക്ക് ആദ്യം തുടക്കം കൊടുത്തത്. നിറഞ്ഞ സ്നേഹത്തോടെ നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വളരെ ഭക്തി സാന്ദ്രമായ ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അന്താക്കാനെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പാട്ടും കൂത്തൊക്കെ ആയി, പക്ഷെ ഇടക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റുട്ടോ. ഏറ്റവും സന്തോഷത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നേരത്തെ അനൗൺസ് ചെയ്തതാണ് നമ്മുടെ ആൽബം ഹിറ്റ് മേക്കർ, അതിനപ്പുറം സിനി ആർട്ടിസ്റ്റുടെ ഖുദാ ഷാഹുൽ എവിടെയുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവര് പാട്ടുപാടി തകർക്കുമ്പോൾ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് എന്നെ കണ്ടോ? ആ തൊട്ടടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയില്ല, അതെന്റെ സുഹൃത്താട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പൊ ഞാൻ സുലായി പറയാതെ തന്നെ എന്റെ വീഡിയോ നിർത്തും കേട്ടോ. താങ്ക് യു. നമ്മുടെ സംഘാടക സമിതിയുടെ ഓരോരുത്തരുമായി പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, കൂടിയ എല്ലാവർക്കും ഇച്ചിരി കൂടി 80ാം വാർഷികത്തിന്റെ നന്ദി.